Hello students, ഇന്നലെ നിങ്ങൾ തേർഡ് കാനോനിക്കൽ ഫോം അസൈൻമെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. തേർഡ് കാനോനിക്കൽ ഫോം നിങ്ങൾക്ക് കിട്ടിയത് ഇങ്ങനെയാണ്: 1/3 x3 plus 4/3 x6 plus x3 equal to 19/3. അതായിരുന്നു നിങ്ങൾ കണ്ടുപിടിച്ച ഫസ്റ്റ് ഇക്വേഷൻ. Second equation, minus x5 1/3 x5 minus x5 plus x6 plus x4 equal to 3. Second equation. And third equation, 1/3 x5 minus 2/3 x6 minus 2/3 x6 plus x1 ബേസിസിലേക്ക് പുതിയതായിട്ട് വന്നതാണ് ഈക്വൽ ടു 1/3. പഴയ ഇക്വേഷനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടിയതായിരുന്നു. ദെൻ ലാസ്റ്റ് ഇക്വേഷൻ 1/3 x5 plus 1/3 x6 plus x2 equal to 7/3. ഇനിയുള്ള പ്രോസസ്സ് കാനോനിക്കൽ ഫോം കഴിഞ്ഞ് സെക്കൻഡ് കാനോനിക്കൽ ഫോം കഴിഞ്ഞ് നിങ്ങൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ്. പിന്നെ ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ച് നമുക്ക് ഈ സ്റ്റെപ്പും കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് തേർഡ് കാനോനിക്കൽ ഫോം. റൈറ്റ് സൈഡ്സ് എല്ലാം പോസിറ്റീവ് ആണ്. തേർഡ് കാനോനിക്കൽ ഫോം അതൊക്കെയാണ് ബേസിക് വേരിയബിൾസ്, നോൺ ബേസിക് വേരിയബിൾസ്. ബേസിക് വേരിയബിൾസ് x3, x4, x1, x2. അവിടെ കിടക്കുന്ന അനുസരിച്ച് ഏതാണ് x1, x2, x3, x4 എന്ന് വേണമെങ്കിലും എഴുതാം. ദെൻ ഇൻ ദ ഓർഡർ, ഫസ്റ്റ് ഇക്വേഷനിൽ x3, സെക്കൻഡിൽ x4, തേർഡിൽ x1, ഫോർത്തിൽ x2. പൊസിഷൻ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ദെൻ നോൺ ബേസിക് വേരിയബിൾസ് ഏതൊക്കെയാ? other variables x5 and x6 are the non-basic variables. Setting the non-basic variables equal to 0, we get the value of the basic variables. x3 equal to 19/3, x4 equal to 3, x1 equal to 1/3, x2 equal to 7/3. ഇതാണ് ഈ കേസിലെ സൊല്യൂഷൻ. ഇനി നമുക്ക് എഫിന്റെ വാല്യൂ psi എന്ന് അവിടെ എഴുതി സൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. psi ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? പുതിയ റൈറ്റ് സൈഡ്സ് bi' ഉപയോഗിച്ച് ആദ്യം നമ്മൾ ബേസിക് വേരിയബിൾസിന്റെ കോസ്റ്റും ഉപയോഗിച്ച് ചെയ്യാം. ഇത് x3 19/3 ബേസിക് വേരിയബിൾസിനാണ് ഇപ്പൊ ചെയ്യുന്നത്. 19/3 ഇൻറ്റു x3യുടെ ഒറിജിനൽ ഫംഗ്ഷനിലെ കോസ്റ്റ്. വാട്ട് വാസ് ഒറിജിനൽ ഫംഗ്ഷൻ? -4x1 -5x2 എന്നുള്ളതാണ് ഒറിജിനൽ ഫംഗ്ഷൻ. ഒറിജിനൽ ഫംഗ്ഷനിലെ കോസ്റ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് x3യുടെ ഇക്വേഷൻ ആണ്. 19/3 ഇൻറ്റു 0 ഇൻറ്റു 19/3. x4ന്റെ കോസ്റ്റ് 0 ഇൻറ്റു 3 പ്ലസ് x1 ആണ് അടുത്ത ഇക്വേഷനിൽ. x1ന്റെ കോസ്റ്റ് -4, ദാറ്റ് ഇസ് -4 ഇൻറ്റു 1/3 ഇതാണ് 1/3. x1 കണ്ടതുകൊണ്ട് x1ന്റെ കോസ്റ്റ് x2 ബേസിക് വേരിയബിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ x2ന്റെ കോസ്റ്റ് -5 ഇൻറ്റു പ്ലസ് അടുത്തത് -5 ഇൻറ്റു ഈ വാല്യൂസ് ആണ് റൈറ്റ് സൈഡ് bi ബാറുകളാണ് ഉപയോഗിക്കുന്നത്. f ഈക്വൽ ടു സിഗ്മ i ഈക്വൽ ടു 1 to m bi ബാർ ci എന്ന് എഴുതിയിട്ടില്ലേ നമ്മളുടെ എഫിന്റെ എക്സ്പ്രഷനിൽ കാനോനിക്കൽ ഫോം ഡിറൈവ് ചെയ്തപ്പോൾ. അതാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ബേസിക് വേരിയബിൾസ് 1 to m എന്നുള്ളത് കൂട്ടരുത്. ഇപ്പോ ആദ്യത്തെ 4 വേരിയബിൾസ് ആയി, x1, x2, x3, x4 ആയി. പക്ഷെ ഓർഡർ ഒക്കെ വേറെയാണ്. x3യുടെ കോസ്റ്റ് 0, x4ന്റെ കോസ്റ്റ്, x3യുടെ വാല്യൂ 19/3, കോസ്റ്റ് 0 ഒറിജിനൽ ഫംഗ്ഷനിൽ. 3 ഇൻറ്റു 0 1/3 ഇൻറ്റു -4 7/3 ഇൻറ്റു -5. ഇതെല്ലാം ഇത് തീർന്നില്ല സൈ. ഇത് ബേസിക് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. പ്ലസ് നോൺ ബേസിക് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് cj ബാർ xj എഴുതാനുണ്ട്. cj ബാർ കണ്ടുപിടിക്കണം. ആദ്യത്തെ നോൺ ബേസിക് വേരിയബിൾ x5ന് കറസ്പോണ്ടിങ് ആയിട്ട്
ഞാൻ C5 ബാർ എഴുതുകയാണ്. C5 ബാർ ഈക്വൽ ടു എങ്ങനെയാണ് C5 ബാർ എഴുതുന്നത്? അപ്പോൾ ബേസിക് വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റ് വേണം. ഇത് X3 ആണ്. X3 ആകുമ്പോൾ കോസ്റ്റ് 0. ഇത് X4ന്റെ ഇക്വേഷൻ ആണ്, കോസ്റ്റ് 0. ഇത് X1ന്റെ ഇക്വേഷൻ ആണ്, കോസ്റ്റ് -4. ഇത് X2ന്റെ ഇക്വേഷൻ ആണ്, കോസ്റ്റ് -5. ഇനി C5 ബാറിന്റെ കോസ്റ്റ് പറയാൻ C5 മൈനസ് C5 0, C5 മൈനസ്, അപ്പോൾ 0 മൈനസ് ഓഫ് ഒറിജിനൽ കോസ്റ്റ് ഞാൻ അതിനെ J എന്ന് ഡിനോട്ട് ചെയ്യാം. CJ into AIJ bar. AIJ means the matrix formed by the coefficients. CJ AIJ bar ന്റെ സം sigma I equal to 1. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് AIJ 1/3 എടുക്കുന്നു. CJ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള CJ 0. 0 into 1/3. അടുത്ത ഇക്വേഷനിൽ നിന്ന് X5ന്റെ കോഎഫിഷ്യൻസ് നോക്കിയാൽ മതി. അടുത്ത ഇക്വേഷനിൽ ഒറിജിനൽ കോസ്റ്റ് 0 ഇൻറ്റു X5ന്റെ കോഎഫിഷ്യന്റ് -1. ഇന്നത്തെ ഇക്വേഷനിൽ ഒറിജിനൽ കോസ്റ്റ് -4 ഇൻറ്റു ഇവിടെയുള്ള X5ന്റെ ഈ കോളം ആണ് നോക്കുന്നത്, കോസ്റ്റ് 1/3. ദെൻ അടുത്തതിൽ -5 ഇൻറ്റു കോസ്റ്റ് 1/3 ആണ് കിട്ടും. ഈക്വൽ ടു മൈനസ് സൈൻ ഇവിടെ ഉണ്ട്, അപ്പോൾ അത് ചേർത്ത് 4/3 പ്ലസ് 5/3 9/3 എന്നാവും വാല്യൂ. ദാറ്റ് ഇസ് 3. CJ ബാർ ഈക്വൽ ടു C5 ബാർ ഈക്വൽ ടു 3. അപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് ചേർക്കാം. ബേസിക് വേരിയബിൾസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതെല്ലാം കഴിഞ്ഞു. നോൺ ബേസിക് വേരിയബിൾ X5ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തും, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ദ നോൺ ബേസിക് വേരിയബിൾസ്. ഇത് കോൺസ്റ്റന്റ് ആയിപ്പോയി ഇൻ ടേംസ് ഓഫ് ദ നോൺ ബേസിക് വേരിയബിൾ. ഇനി നമുക്ക് X6 കൂടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് എഴുതാനുണ്ട്. അത് എഴുതുന്നതിൽ അടുത്ത സ്റ്റേജ് തീരുമാനിക്കാനുള്ള റോളേ ഉള്ളൂ. X5 X6 ആക്ച്വലി 0 ആണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ C5 ബാർ, ഇനി C6 ബാർ ആണ് അടുത്തത് നമുക്ക് വേണ്ടത്. അടുത്ത നോൺ ബേസിക് വേരിയബിൾ. ബേസിക്കിന്റെ എല്ലാം ഇവിടെ എഴുതി കഴിഞ്ഞു, അത് കോൺസ്റ്റന്റ് കിട്ടി. അപ്പോൾ അടുത്ത നോൺ ബേസിക് വേരിയബിൾ X6ന് കറസ്പോണ്ടിങ് ആയിട്ട് കോളം ഇതാണ്. X6ന്റെ കോഎഫിഷ്യൻസ് എടുക്കാം, ഒറിജിനൽ കോസ്റ്റുമായിട്ട് മൾട്ടിപ്ലൈ. C6 മൈനസ് C6 എത്രയാണ്? C6 0. C6 X6ന്റെ ഒറിജിനൽ ഒബ്ജക്ട് C6, ഇത് ഒറിജിനൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ കോസ്റ്റ് ആണ് C6. ഇവിടെ ഇത് C6 ആ. C6 0 മൈനസ് എന്താ വേണ്ടേ? 0 ഇൻറ്റു മുമ്പ് തന്നെ നമ്മൾ എഴുതി വെച്ചാണ്, കോസ്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 0 ഇൻറ്റു 4/3 പ്ലസ് 0 ഇൻറ്റു -1 പ്ലസ് -4 ഇൻറ്റു -4 കോസ്റ്റ്. X1ന്റെ ഇക്വേഷൻ -4 ഇൻറ്റു അവിടെ എന്താ ഉള്ള കോഎഫിഷ്യന്റ് -2/3 എന്നാണ്. അടുത്തത് -5 കോസ്റ്റ്, അത് X2ന്റെ ഇക്വേഷൻ. അവിടെയുള്ള വാല്യൂ X5ന്റെ കോഎഫിഷ്യന്റ് 1/3 AIJ എന്ന് പറയുന്നത് അതാണ്. AIJകൾ ഈ കേസിൽ ഇതാണ്. X6ന്റെ കേസിൽ AIJസും നമ്മളുടെ ഒറിജിനൽ കോസ്റ്റും തമ്മിൽ മൾട്ടിപ്ലൈ. ഒറിജിനൽ കോസ്റ്റ് എടുക്കുമ്പോൾ ബേസിക് വേരിയബിൾ ഏതാണോ ആ ഇക്വേഷനിൽ നിൽക്കുന്നത് അതിന്റെ കോസ്റ്റ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുക. ദെൻ പുറത്തൊരു മൈനസ് സൈൻ ഉണ്ട്, അത് ചേർത്തിട്ട് വാല്യൂ എഴുതുക. 0 മൈനസ് ഓഫ്, അപ്പോൾ ഇത് മൈനസ് ആയിട്ട് നിൽക്കും. -8/3, 3 മൈനസ് സൈൻ. അടുത്തത് പ്ലസ് ആവും, പ്ലസ് 5/3. ദാറ്റ് ഇസ് -3/3 ഈക്വൽ ടു -1. ഇത് X6. അപ്പോൾ -1 ഇൻറ്റു X6 മൈനസ് X6. ദിസ് ഈസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അല്ല ഒന്നുകൂടെ എടുത്ത് എഴുതാം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ I ഈക്വൽ ടു, ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ഇത് എത്ര വരും? ആദ്യത്തെ രണ്ടെണ്ണം 0, ഇത് 0, ഇത് 0. -4/3 -35/3 -38/3, that is -13. Psi equal to, ഇവിടെ തന്നെ റീറൈറ്റ് ചെയ്യാം. Psi equal to -13 plus 3x5 minus x6. ഇതിൽ x5 x6 കൂടെ 0 ആവും, ഈ പാർട്ടും 0 ആവും. Psi equal to -13. But looking into the coefficient of the non-basic
objective function is expressed in terms of the non-basic variables x5 and x6. Looking into the coefficients of non-basic variables in that expression, we can determine that whether writing the canonical form is over or whether the process is over. അപ്പോൾ നോക്കിക്കേ എന്താ കോഎഫിഷ്യന്റ് നിൽക്കുക x5 പോസിറ്റീവാ x6 നെഗറ്റീവാ x6നെയും ബേസിസിലേക്ക് വന്നാൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ ഇനിയും റെഡ്യൂസ് ചെയ്യും. മിനിമൈസേഷൻ ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഇനിയും മിനിമൈസ് ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നെഗറ്റീവ് കോഎഫിഷ്യൻസ് തീരുന്നോടെ വരെ കാനോനിക്കൽ ഫോം എഴുതിക്കൊണ്ടിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ x6നെ ഇനിയും നമ്മൾ ബേസിസിലേക്ക് കൊണ്ടുവരാൻ ആലോചിക്കുകയാണ്. x6നെ ബേസിസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ x6 enters the basics. x6നെ ബേസിസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആരെങ്കിലും ബേസിസിൽ നിന്ന് പുറത്തു പോകണം. ആരാ പുറത്തു പോകുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? എപ്പോഴും ചെയ്യുന്ന പോലെ x6ന്റെ കോളം p6, ഇത് p6, ഇത് നമ്മുടെ b by p6 വാല്യൂസ് evaluate ചെയ്യാം. 19/3/4/3 that is 19/4 b by p3 ആണ് നമ്മളിപ്പോൾ ചെയ്യുക. 19/4 ആദ്യത്തേത്, രണ്ടാമത്തേത് 3/1, മൂന്നാമത്തെ 1/3 -2/3. നെഗറ്റീവ് എന്ന് എഴുതിയാലും മതി, നെഗറ്റീവ് റേഷ്യോസ് നമ്മൾ പരിഗണിക്കുന്നില്ലല്ലോ. ലാസ്റ്റത്തത് 7/3/1/3 ദാറ്റ് ഇസ് 7. ഇതിൽ ഏതാണ് ഏറ്റവും ലീസ്റ്റ് എന്ന് നോക്കുക. ഏറ്റവും ലീസ്റ്റ് 3 ആണ് അല്ലോ, 3 ആണ്. 19/4 3യേക്കാളും കൂടുതലുണ്ട്. അപ്പോൾ ദിസ് ഇസ് 3. അപ്പോൾ അത് സെക്കൻഡ് പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ബേസിക് വേരിയബിൾ x4 പുറത്തുപോയി, x6 വരും. x4 goes out of the basis. സെക്കൻഡ് ഇക്വേഷനിൽ x4ന്റെ പൊസിഷനിൽ x6 വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. x6ന്റെ കോഎഫിഷ്യന്റ് അപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ 1 ആകണം, ബാക്കി എല്ലായിടത്തും 0 ആകണം. x6ന്റെ കോഎഫിഷ്യന്റ് സെക്കൻഡ് ഇക്വേഷനിൽ 1 ആണ്. x6ന്റെ x4ന്റെ റോൾ ഇന്റർചേഞ്ച് ചെയ്യും. സെക്കൻഡ് ഇക്വേഷനിൽ x6ന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പോൾ നമുക്ക് അവിടെ ആ ഇക്വേഷനിൽ ഒന്നും ചെയ്യാനില്ല. ദിസ് ഇസ് ദ സോഴ്സ് ഇക്വേഷൻ. ടേക്കിംഗ് ദിസ് ആസ് ദ സോഴ്സ് ഇക്വേഷൻ, we convert the other three equations. In the other three equations, the coefficient of x6 വരണം. അപ്പം നിങ്ങൾക്കറിയാം സെക്കൻഡ് ഇക്വേഷനിൽ വരുന്ന ആ പൊസിഷനിൽ 1, ബാക്കി എല്ലായിടത്തും 0. അപ്പോൾ ബാക്കി ഈ ഇക്വേഷൻസിലൊക്കെ x6ന്റെ കോഎഫിഷ്യന്റ് 0 ആക്കുന്നത് പോലെ സെറ്റ് ചെയ്യുക. then you obtain the fourth canonical form. അതുകൂടി ഉള്ളൂ ഈ കേസിൽ. എവിടെ തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് കണ്ടില്ലേ, x6 പിന്നെയും ബേസിസിലേക്ക് വരികയാണ്. ആദ്യം ബേസിസിൽ ഉണ്ടായിരുന്ന ഒരാളാണ് x6. ഏറ്റവും ആദ്യത്തെ കേസിൽ ബേസിസിൽ ഉണ്ടായിരുന്ന വേരിയബിൾ അല്ലായിരുന്നു x6. അത് ഒന്ന് പുറത്തു പോയി പിന്നെ വീണ്ടും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രോസസ് എപ്പോഴാണ് തീരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ കേസിൽ തേർഡ് കാനോണിക്കൽ ഫോം തീരുമ്പോൾ നമ്മൾ തീരുമാനിച്ചത് ഇത്രയാണ്. x4 basis, x6 enters the basis and from the basis x4 leaves and x6 leaves and x6 replaces the position of x4 in the basis. അങ്ങനെ അടുത്ത കാനോണിക്കൽ ഫോം എഴുതാം. that will give the answer to the problem.